ഇനി നമ്മൾ അവിടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാലൊന്നും ഈ ട്രാൻസാക്ഷൻ അവിടെ കാണില്ല. അതവിടെ പോസ്റ്റ് ആയാൽ മാത്രമേ റിപ്പോർട്ടിൽ വരുള്ളൂ. ഓക്കെ, സോ ഞാൻ അവിടെ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് വേണമെങ്കിൽ എടുത്തൊന്ന് നോക്കാം. ഹായ് ഹലോ, മൈസെൽഫ് മുഹമ്മദ് അഷ്ഫാഖ്. എല്ലാവർക്കും എൻട്രി ആപ്പിലെ മറ്റൊരു SAP ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ചെയ്യാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യാം, പാർഷ്യൽ പേയ്മെന്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോക്കിയായിരുന്നു. ലെഡ്ജർ ക്രിയേഷനും കമ്പനി കോൺഫിഗറേഷനും എന്നുള്ളതെല്ലാം നമ്മൾ നോക്കിയില്ലായിരുന്നു. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. സോ പാർക്കിംഗ് ആൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ SAPയിൽ എങ്ങനെ ചെയ്യാം, പ്രാക്ടിക്കലായിട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ ടോപ്പിക്കായിട്ടുള്ള പാർക്കിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഹോൾഡിങ്ങിനെ കുറിച്ച് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. സോ എന്താണ് പാർക്കിംഗ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ മെയിനായിട്ട് ഒരു കമ്പനിയുടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടും അതിനെ കൺഫേം ചെയ്യാനായിട്ടും ഇപ്പോൾ രണ്ട് എംപ്ലോയീസ് ഉണ്ടാകും. എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു സീനിയർ അക്കൗണ്ട്, ഒരു ജൂനിയർ അക്കൗണ്ട് തന്നെയാണ് നിങ്ങൾ വിചാരിക്കും. സോ ഈ ജൂനിയർ അക്കൗണ്ട് നമുക്ക് വേണ്ട ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആർക്ക് പാസ് ചെയ്യും, സീനിയർ അക്കൗണ്ടിന് പാസ് ചെയ്യും. സീനിയർ അക്കൗണ്ടൻ്റ് ആയിരിക്കും എന്ത് പറയുന്നത്, നിങ്ങൾ സീനിയർ അക്കൗണ്ടിനെ അവിടെ നിന്ന് കൺഫേം ചെയ്താലേ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ഡൺ ചെയ്ത് നെക്സ്റ്റ് പ്രൊസീജിയേഴ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ പാർക്കിംഗ് എന്ന് പറയുന്നത് SAPയിൽ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് നമ്മളിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു ഓപ്ഷനാണ് വരാം. സോ സേവ് ചെയ്യാണ്ട് നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷനെ മാറ്റിവെക്കുന്നതിനാ പാർക്ക് ചെയ്ത് വെക്കും എന്ന് പറയും. ഈ പാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദെൻ അവിടെ ജൂനിയർ അക്കൗണ്ടന്റ് വന്നോ, എക്സാമ്പിളായിട്ട് പറയാണ്, ജൂനിയർ അക്കൗണ്ടന്റ് വന്ന് ചെക്ക് ചെയ്ത് എമൗണ്ട് ഓക്കെ ആണോ, ഡേറ്റ് ഓക്കെ ആണോ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓക്കെ ആണോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് കൺഫേം ആണെന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് പോസ്റ്റ് ചെയ്യും. സോ ഒരു ട്രാൻസാക്ഷനെ ടൈപ്പ് എല്ലാം ചെയ്ത് പാർക്ക് ചെയ്ത് വെച്ച് നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്ത്, പാർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെയാണ് ഹോൾഡിംഗ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ആയിട്ട് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ പാർക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് വേണം, ഒരു ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടേ. ട്രാൻസാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ലെഡ്ജർ അക്കൗണ്ട്സ് വേണ്ടേ, അവിടെ ഒരു കമ്പനി വേണ്ടേ. സോ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഓൾസോ ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഓൾറെഡി കമ്പനിയും ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുക, അതിനെ പാർക്ക് ചെയ്യുക. ദെൻ ആ പാർക്കിങ്ങിൽ ഹെഡ് വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, ദെൻ അതിനെങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് എന്തായിരിക്കും, നോട്ട് എഴുതുന്നവർ എഴുതി വെക്കുക, /F-02 പോയിട്ട് നോർമലായിട്ട് ഒരു ട്രാൻസാക്ഷൻ ചെയ്യണം. ഓക്കെ, സോ /F-02. സോ ഡേറ്റ് കൊടുത്തു, ഡീറ്റെയിൽസ് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ അറിയാമല്ലോ. സോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നോർമലായിട്ട് ഒരു GL ട്രാൻസാക്ഷൻ ആണ്. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് റെൻറ്റ് പെയ്ഡ് എന്നുള്ള ഒരു ഇതാണ്. റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷോ റെൻറ്റ് പെയ്ഡ് ബൈ ബാങ്കോ എന്നുള്ളൊരു ലെഡ്ജർ ട്രാൻസാക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ റെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് ആയിരിക്കും അവിടെ വരുന്ന ജേണൽ എൻട്രി. സോ ഇവിടെ ഡെബിറ്റ് സൈഡിലേക്ക് ഞാനിപ്പോൾ റെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. പോസ്റ്റിംഗ് ഇവിടെ 40 ആയതുകൊണ്ട് അത് ഡെബിറ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ അവിടെ എന്ത് ചെയ്യണം, റെൻറ്റ് അക്കൗണ്ട് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് പേജിലേക്ക് എൻ്റർ അടിച്ച് വന്നപ്പോൾ എമൗണ്ട് ചോദിച്ചിരുന്നു. ഞാനിപ്പോൾ ഒരു 25,000 ആണ് റെൻറ്റ് എന്നുള്ള രീതിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ ബിസിനസ് ഏരിയ, ദെൻ ടെക്സ്റ്റിൻ്റെ അവിടെ റെൻറ്റ് പെയ്ഡ് ബൈ ബാങ്കോ ക്യാഷ്, ഞാൻ ഇപ്പോൾ ബാങ്കാണ് കൊടുക്കുന്നത്. ദെൻ പോസ്റ്റിംഗ് 50 കൊടുത്തു. ക്രെഡിറ്റിൻ്റെ ആണ് പോസ്റ്റിംഗ് 50 എന്ന് അറിയാം. സോ ക്രെഡിറ്റ് സൈഡിൽ ഇനി വരുന്ന പോസ്റ്റിംഗ് ഇവിടെ 50 ക്രെഡിറ്റിൻ്റെ കൊടുത്ത കാരണം ഇവിടെ ഏത് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ഏതാ വന്നേക്കുന്നത്, നമുക്കിപ്പോൾ വന്നേക്കുന്നതാണ് ബാങ്ക് അല്ലേ. സോ ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഇപ്പോൾ 2 ബാങ്ക് അക്കൗണ്ട് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫെഡറൽ ബാങ്കും അതുപോലെ HDFC. സോ ഞാനിപ്പോൾ HDFC വെച്ചിട്ട് HDFC ബാങ്ക് വെച്ചാണ് റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ള രീതിക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഡെബിറ്റ് സൈഡിൻ്റെ പോലെ തന്നെ സെയിം ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറ്, എമൗണ്ടിൻ്റെ അവിടെ സ്റ്റാറും ടെക്സ്റ്റിൻ്റെ അവിടെ പ്ലസും ബിസിനസ് ഏരിയ ടൈപ്പും ചെയ്ത് കൊടുക്കുക. സോ എമൗണ്ടിൻ്റെ അവിടെ സ്റ്റാർ, ടെക്സ്റ്റിൻ്റെ അവിടെ പ്ലസ്, ദെൻ ബിസിനസ് ഏരിയ ENT1. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പേജിലെ പോലെ തന്നെ നമുക്ക് സെയിം ആയിട്ട് ഇവിടെയും വരും. ദെൻ സെയിം ആയിട്ട് വന്നു. ഇനി Ctrl+S കൊടുത്ത് സേവ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ആയില്ലേ. സോ നമുക്ക് അവിടെ വേറെ ആരുടെയും ചെക്ക് ഒന്നും ചെയ്യേണ്ട വരില്ല.
പക്ഷേ നമ്മളിവിടെ സേവ് ചെയ്യുന്നതിന് പകരം അവിടെ എന്ത് ചെയ്തു വെക്കാന്നാ പറഞ്ഞത്, പാർക്ക് ചെയ്ത് വെക്കാന്നല്ലേ പറഞ്ഞത്. സോ പാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് മോർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. മോറിൽ പോയി കഴിഞ്ഞാൽ ഡോക്യുമെന്റ് പാർക്ക് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മോറിൽ ഡോക്യുമെന്റിൽ പാർക്ക്, ഇവിടെ തന്നെയാണ് മോറിൽ ഡോക്യുമെന്റിൽ ഹോൾഡും വന്നത്. സോ മോറിൽ ഡോക്യുമെന്റിൽ പാർക്ക് ചെയ്യാനും പറ്റും. ഓൾസോ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഇമേജിന്റെ പോലെ ഒരു സൈൻ കാണുന്നില്ലേ, അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു ഓപ്ഷനും വരും. സോ ഫസ്റ്റ് പഠിച്ചാണ് മോറിൽ ഡോക്യുമെന്റിൽ പാർക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇമേജിന്റെ ഓപ്ഷനുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് ഡോക്യുമെന്റ് വരും. ഞാൻ ഇവിടെ പാർക്ക് ഡോക്യുമെന്റ് കൊടുത്തതിന് എന്തായി, ഡോക്യുമെന്റ് 13 വാസ് പാർക്ക്ഡ്. എൻ്റെ കമ്പനി കോഡായ ENT1 ഡോക്യുമെന്റ് 13 അവിടെ എന്തായി, പാർക്ക് ആയിട്ടുണ്ട്. പോസ്റ്റ് ആയിട്ടില്ല. പോസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ അവിടെ ഫുൾ കംപ്ലീറ്റ് ആയി. പക്ഷെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കണം, അത് അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തായിട്ടുള്ളൂ, നമ്മളിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചേക്കണം. ഓക്കെ, സോ ഇനി നമ്മൾ അവിടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാലൊന്നും ഈ ട്രാൻസാക്ഷൻ അവിടെ കാണില്ല. അതവിടെ പോസ്റ്റ് ആയാൽ മാത്രമേ റിപ്പോർട്ടിൽ വരുള്ളൂ. ഓക്കെ, സോ ഞാൻ അവിടെ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് വേണമെങ്കിൽ എടുത്തൊന്ന് നോക്കാം. /FBL 3N റെന്റിലേക്ക് ഇന്നത്തെ ഡേറ്റിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സോ GL അക്കൗണ്ടിന്റെ അവിടെ റെന്റ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. GL അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സോ കമ്പനി കോഡോ കൊടുത്തിട്ട് ചെയ്യുക. ഓക്കെ, സോ ഞാനവിടെ റെന്റ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഡേറ്റിൻ്റെ അവിടെ ഇന്നത്തെ ഡേറ്റിലുള്ള ട്രാൻസാക്ഷൻ മാത്രം നമുക്ക് നോക്കിയാൽ പോരെ. യെസ്, സോ ഇന്നത്തെ ഡേറ്റും സെലക്ട് ചെയ്ത് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ റെന്റിൽ ഇന്ന് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ, ഇല്ല. ന്യൂ ഐറ്റം സെലക്റ്റഡ് എന്ന് കാണിക്കുന്നത്. സോ നമ്മൾ അവിടെ നേരത്തെ ചെയ്ത ട്രാൻസാക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നിട്ടില്ല. കാരണം അതെന്താ, അത് പാർക്ക് ആയിട്ടുള്ള പോസ്റ്റ് ആയിട്ടില്ല. ഓക്കെ, സോ ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു പാർക്ക്ഡ് ഡോക്യുമെന്റിനെ വേറൊരാൾക്ക് കയറി അവിടെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു T കോഡ് ഉണ്ട്. അതാണ് FBV0/FBV0 FBV0 ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പാർക്ക്ഡ് ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്യാനായിട്ട് വരും. സോ ഡോക്യുമെന്റ് നമ്പർ ഏതാണെന്ന് അറിയാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്, നമ്മുടെ 13 തന്നെയാണ്. ദെൻ നിങ്ങൾക്ക് ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉള്ള കമ്പനി കോഡ് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പാർക്ക്ഡ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് റിപ്പോർട്ട് കാണിക്കും. യെസ്, എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ആകെ ഒരു പാർക്ക്ഡ് ഡോക്യുമെന്റേ ഉള്ളൂ. ഏത് 2024 ഡോക്യുമെന്റ് നമ്പർ 13. സോ ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ നമ്മൾ നേരത്തെ ചെയ്ത റെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു HDFC ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് വന്നിട്ടുണ്ട് അല്ലേ. സോ ആ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ കയറി ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹെഡ് കയറി നോക്കാൻ പറ്റും. ആ ഒരു ഡോക്യുമെന്റ് ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ കാണാൻ പറ്റും. സോ അതവിടെ നോക്കിയിട്ട് റെന്റ് 25,000 ആണോ, HDFC ബാങ്ക് വഴിയാണോ എന്നുള്ളതെല്ലാം കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ഡയറക്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പോസ്റ്റ് ആയിക്കോളും. ഇനി അതല്ല, നമുക്ക് അവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ട്, റെന്റ് 25,000 അല്ല, അവിടെ 20,000 ആണ്, അവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്, 5,000 റുപ്പീസിൻ്റെ അവിടെ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ എന്താണ്, ഓരോ ലെഡ്ജർ അക്കൗണ്ടും, അതായത് ആദ്യം റെന്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ചെയ്യുക. ഇതിന് അവിടെ എമൗണ്ട് 20,000 ആക്കുക, ബാക്കിലേക്ക് വരാം. ദെൻ ഇവിടെയും 20,000 ആക്കുക. ഡെബിറ്റ് സൈഡിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ക്രെഡിറ്റ് സൈഡിലും ചേഞ്ച് ആവണ്ടേ, രണ്ട് സൈഡിലും എന്തായാലും സെയിം ആയിരിക്കണം. സോ അവിടെ ഇതായിട്ടുണ്ട്, ടെക്സ്റ്റ് ഒന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ഞാൻ അവിടെ എന്താക്കി 20,000 കൊടുത്തു. ഇനി ഇവിടുന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സേവ് ആയിക്കോളും. സോ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഹെഡ് ആരാണോ അവർ കയറി ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് പാർക്കിംഗ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ ഇവിടെ എന്താ ചേഞ്ച് ഉണ്ടായ കാരണം എമൗണ്ട് നേരത്തെ 25,000 ആയിരുന്നു, അത് ഞാനിവിടെ കയറി 20,000 ആക്കി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സോ ഇനി ഇവിടെ വേറെ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സേവിൻ്റെ അതുമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആയിക്കോളും. ഓക്കെ, സോ ഇപ്പം എന്തായി, ഡോക്യുമെന്റ് 13 വാസ് പോസ്റ്റഡ് ഇൻ കമ്പനി കോഡ്. ഇപ്പൊ പോസ്റ്റഡ് എന്ന് പറഞ്ഞു തന്നു, നേരത്തെ പാർക്കഡ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. /FBL 3N അല്ലേ, /FBL 3N ആണ് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യണം.
സോ ഇപ്പോൾ നമുക്ക് ഇവിടെ റിപ്പോർട്ട് വന്നാൽ യെസ് വന്നു. ഇപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ അതവിടെ എന്തായി, ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ റിപ്പോർട്ട് വന്നില്ലെങ്കിൽ അത് അവിടെ പാർക്കഡ് ആണ്. പാർക്കഡ് നമ്മൾ കൺഫർമേഷൻ ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടിലേക്ക് ആ ഒരു ഡാറ്റ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഡേറ്റ്, എമൗണ്ട്, എന്താണ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽ ഫുൾ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് പാർക്കിംഗ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു കമ്പനിയിൽ നമുക്കിപ്പോൾ കുറേ ട്രാൻസാക്ഷൻ ഉണ്ടാവും. സോ അതെല്ലാം നമുക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഹെഡിന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തായി നോക്കി ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തോളൂ. ഓക്കെ അല്ലേ? സോ ഇതാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ അറിയാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വേറെ എന്തെങ്കിലും SAPനെ കുറിച്ചുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മുടെ കോൺഫിഗറേഷനും ട്രാൻസാക്ഷനും വീഡിയോസ് എല്ലാം പഴയ ചാനലിൽ നമ്മുടെ അവൈലബിൾ ആണ്. സോ അത് ചെക്ക് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.